ഇന്നലെ നമ്മുടെ ചാനലിൽ പ്രിയപ്പെട്ട വയനാടിന്റെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെ സംബന്ധമായിട്ട് ഉള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് താഴെ വന്ന പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും ഒക്കെ ആകമാനം ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു കമന്റ് കാണുവാൻ ഇടയായി. അത്തരത്തിലുള്ള ഒരു കമന്റ് കണ്ടതുകൊണ്ട് അതിനെ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതിനാലാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തരം ആകാശത്ത് നിന്നും പൊട്ടി വീണവരല്ല നെഹ്റു കുടുംബം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണങ്ങളിൽ പൊരുതി വീണ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്ത ഒരു കുടുംബമാണ് നെഹ്റു കുടുംബത്തിൻ്റെത്. അത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ലോകരാഷ്ട്രങ്ങളിലെല്ലാം കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കമ്പനിയുടെ പേരിൽ കച്ചവടത്തിനായിട്ട് കടന്നു വന്നവർ രാജ്യാധികാരങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് രാഷ്ട്രങ്ങളുടെ ജനങ്ങളുടെ വിമോചന സ്വപ്നങ്ങൾക്ക് മേൽ പൂർണ്ണമായിട്ടും റദ്ദു കൽപ്പിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും അടിമകളാക്കി വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ കീഴടക്കിയ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ചവരായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ. പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമൊക്കെ. അപ്പോൾ ലോകമെമ്പാടും ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള സ്വാതന്ത്ര്യ വിമോചന സ്വപ്നങ്ങൾ കടന്നു വരികയും ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ നിലയിൽ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ ശക്തമാവുകയും ചെയ്ത കാലഘട്ടത്തിൽ മുതൽ പിന്നീട് ഇങ്ങോട്ട് അതിശക്തമായ നിലയിൽ അതിലെല്ലാം ഇടപെട്ട ഏറ്റവും ത്യാഗികളായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു നെഹ്റു കുടുംബത്തിലെയും കോൺഗ്രസിലെയും നേതാക്കന്മാർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ജനകോടികൾ, ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ട് മനുഷ്യർ ഒരുമിക്കുകയും ബ്രിട്ടീഷുകാരുടെ നീചമായ ഭരണത്തിനെതിരെ അതിശക്തമായ രീതിയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുകയും ചെയ്തു. ഈ സമര പോരാട്ടങ്ങളിൽ എന്നും എടുത്തു പറയാവുന്ന ഒരു നാമമാണ് പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവിന്റെ നാമം. അദ്ദേഹം മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിട്ടുള്ള മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് 2 തവണ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. കോടാനുകോടി രൂപയുടെ സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു മോത്തിലാൽ നെഹ്റു. ആ മോത്തിലാൽ നെഹ്റുവിന്റെ സമ്പത്തിനെ പറ്റി ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ സമ്പത്തും ഒരു ത്രാസിലും മറ്റേ ത്രാസിൽ മോത്തിലാൽ നെഹ്റുവിന്റെ സമ്പത്തും തൂക്കിയാൽ മോത്തിലാലിന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്നാണ് ബ്രിട്ടീഷുകാർ അതിനെപ്പറ്റി പറഞ്ഞത്. അത്രയും വലിയ കോടീശ്വരനായിരുന്ന മോത്തിലാൽ നെഹ്റുവിന്റെ സമ്പത്തിന്റെ മൃഗീയമായ പോർഷനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണങ്ങളിൽ 10,000-കണക്കിന് മനുഷ്യർക്ക് പോരാടുവാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ആസൂത്രണത്തിനും കെട്ടിപ്പടുക്കുന്നതിനുമായിട്ട് ചിലവഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യം. ആ മോത്തിലാലിന്റെ മകനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു വലിയ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ കഴിയുന്ന മോത്തിലാലിന്റെ മകനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് വേണമെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തന്നെ ഒരു ജോലി, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടൊക്കെ വലിയ ജോലികൾ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. പക്ഷേ മോത്തിലാലിന്റെ മകനായ ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നെഹ്റുവിനെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ കമന്റ് ഇടുന്നവർ മനസ്സിലാക്കണം, ഏതാണ്ട് 11 വർഷക്കാലത്തോളം ഇന്ത്യയിലെ വിവിധ ബ്രിട്ടീഷ് ജയിലുകളിൽ കഴിഞ്ഞ 11 വർഷക്കാലം ജയിലിൽ ബ്രിട്ടീഷുകാരന്റെ ക്രൂരമായ കിരാതമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ച് കിടന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതുപോലെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അപൂർവമായിട്ട് എടുത്തു പറയാവുന്ന അനവധി നേതാക്കന്മാരുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു. ആ നെഹ്റുവിന്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ പറ്റി പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും
വാനരസേന എന്ന് പറയുന്ന സേനയുണ്ടാക്കി യുവാക്കളെ മുഴുവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണങ്ങളിൽ അണിനിരത്തി പോരാടിയ മഹത് വനിതയായിരുന്നു പ്രിയദർശിനി ഇന്ദിരാഗാന്ധി. നിരവധിയായ ബ്രിട്ടീഷുകാരന്റെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളയാളാണ് ഇന്ദിരാഗാന്ധി. അവസാനം ഇന്ദിരാ പ്രിയദർശിനി ജവഹർലാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി കുറച്ചുകാലം ഉണ്ടായിരുന്നു. ശേഷം പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ക്രൂരമായി വധിക്കപ്പെടുകയായിരുന്നു, രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. അതിനുശേഷം കടന്നു വന്ന മകനായ രാജീവ് ഗാന്ധിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. രാജീവ് ഗാന്ധി ഇന്ത്യയെ ഇന്ത്യയാക്കിയ ആധുനിക ഇന്ത്യയുടെ എല്ലാമായിട്ടുള്ള ഇന്ത്യയിൽ ഫോണുകൾ, ടെലഫോണുകൾ, ആധുനിക വിദ്യാഭ്യാസം, IT, ഇൻഫർമേഷൻ ടെക്നോളജി ഇതെല്ലാം നടപ്പിലാക്കിയ രാജീവ് ഗാന്ധി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആ ഒരു മനുഷ്യൻ, അദ്ദേഹവും ക്രൂരമായിട്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു. അവരൊക്കെ വീര രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. സോണിയാഗാന്ധിയുടെ ഏറ്റവും ചെറിയ, അതായത് യുവത്വം തുളുമ്പി നിൽക്കുന്ന പ്രായത്തിലാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ശ്രീമതി സോണിയാഗാന്ധി വിധവയായി മാറിയത്. ആ പ്രായത്തിൽ വൈധവ്യം സ്വീകരിച്ച് ആ സ്ത്രീ എത്രയോ വർഷക്കാലം, 10-40 വർഷക്കാലം ഇന്ത്യൻ മണ്ണിൽ ജീവിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വീണ്ടും വരാൻ ശ്രമിച്ച വാജ്പേയി ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2004 അധികാരത്തിൽ വന്നപ്പോൾ UPA മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടുകൂടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞ ഒരേ ഒരു പേര് സോണിയാഗാന്ധിയുടെ ആയിരുന്നു. ആ ഇന്ത്യക്ക് വേണ്ടി വൈധവ്യം തന്റെ ജീവിതവ്രതമാക്കി മാറ്റി, ആ വൈധവ്യത്തിൽ പിന്നീട് പുനർവിവാഹം ചെയ്യാതെ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും നോക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അത്തരത്തിൽ വൈധവ്യം എത്രയോ വർഷക്കാലം നേരിട്ട, ഇപ്പോഴും ആ വൈധവ്യത്തിലൂടെ കടന്നു പോകുന്ന ആ പ്രിയപ്പെട്ട സോണിയാഗാന്ധിയെയൊക്കെ ആ മോശമായിട്ട് ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കുക. സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ട, സ്വന്തം ഭർത്താവിന്റെ അമ്മ കൊല്ലപ്പെട്ട, സ്വന്തമായിട്ട് വൈധവ്യം അതിൻ്റെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്ന, ഇത്രയേറെ ത്യാഗം ചെയ്തിട്ടുള്ള ഒരു കുടുംബം. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണെങ്കിൽ അവരുടെ പിതാവിനെ വളരെ ചെറുപ്രായത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു. എത്ര ഇന്ത്യയിലെ മക്കൾക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, ഇന്ത്യയിലെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലെ അതിന്റെ അധികാരത്തിന്റെ ഭാഗമായിട്ട് ഇത്രയൊക്കെ ജീവത്യാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും അത്തരത്തിലുള്ള ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള ആളുകളൊക്കെ ഇവരെ വളരെ നിന്ദ്യമായിട്ട് നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നരേന്ദ്രമോദിയോ അമിത്ഷായോ ഇവരാരും തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഒരു മൊട്ടുസൂചിയുടെ സംഭാവന പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഈ വികസിതമായ രാജ്യത്തേക്ക്, അല്ലെങ്കിൽ വികസ്വര രാജ്യത്തിലെ വികസ്വര രാഷ്ട്രങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വന്ന, വികസന രംഗത്ത് ലോകശക്തിയായിട്ട് മാറിയ ഇന്ത്യയുടെ അധികാര കസേരയിലേക്കാണ് 2014 നരേന്ദ്രമോദി കടന്നു വരുന്നത്. നരേന്ദ്രമോദി കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന് ഭരണഘടനാ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും റോഡുകളും പാലങ്ങളും എല്ലാ സംവിധാനങ്ങളും, മുഖ്യമന്ത്രിമാരുടെ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, രാഷ്ട്രപതിയുടെ ഓഫീസ്, ഗവർണർമാരുടെ ഓഫീസ്, UPSC, PSC, ഇന്ത്യയിലെ വിവിധ IIT-കൾ, IIM-കൾ, കോടതികൾ എല്ലാം ഈ രാജ്യത്തുണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ പറയപ്പെട്ട ആൾക്കാരും ഈ കൊല്ലപ്പെട്ട രക്തസാക്ഷിത്വം വരിച്ച മഹത് നേതാക്കന്മാരുടെയും ഒക്കെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അവരെ ആക്ഷേപിക്കുമ്പോൾ ഇന്ത്യയിൽ അവരെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. നിങ്ങൾ വോട്ട് തട്ടിപ്പിലൂടെയും വോട്ട് കൊള്ളയിലൂടെയും ഒക്കെ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില തട്ടിപ്പ് വിദ്യകളിലൂടെയൊക്കെ അധികാരത്തിലെത്തുന്നു എന്ന് കരുതിയിട്ട് ഇന്ത്യയിലെ 60% ജനങ്ങളും നിങ്ങൾക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ
ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത നേതാക്കന്മാരെ ആക്ഷേപിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ അതിൽ വേദന തോന്നുന്ന മനുഷ്യരും ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ താഴെ നിങ്ങൾ എഴുതുകയും ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്